യുകെയിൽ കെയർ വർക്കേഴ്സിന് വിസ പുതുക്കാൻ കഴിയാത്ത ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന സമയമാണ്. ഹോം ഓഫീസിന്റെ ലേറ്റസ്റ്റ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ യുകെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പ്രസ്താവനകളും വിവിധ പാർട്ടികളും സംഘടനകളും നൽകിയിരിക്കുന്നു. എന്താണ് വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ സംഭവിക്കുന്നത്? കെയർ വർക്കേഴ്സിന്റെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഗവൺമെന്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം കൂടുതൽ പരിശോധനകൾ എല്ലാ വർക്ക് പ്ലേസിലും ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും വിദേശ കാൻഡിഡേറ്റ്സിനെ നിയമിച്ചിരിക്കുന്ന കമ്പനികൾക്ക് നേരിട്ടോ അല്ലാതെയോ ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിന് ജോലി നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികൾക്ക് കൂടുതൽ പരിശോധന, അതിനായി പ്രത്യേക ഗൈഡ് ലൈൻസും ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായി സാലറി നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പേറോൾ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ കാൻഡിഡേറ്റ്സിനെ നിയമിച്ചതിന്റെ പേരിൽ വ്യാപകമായ തട്ടിപ്പുകൾ രാജ്യത്തുണ്ടായി എന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഗവൺമെന്റ് കർശന പരിശോധനകളിലോട്ട് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികൾക്കും ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും പഠിക്കാനെത്തുന്ന സ്റ്റുഡൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, അവർ വിസ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റികളിലൂടെ ചെക്ക് ചെയ്യാനാണ് ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും പഠിക്കാനെത്തുന്ന സ്റ്റുഡൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും യുകെയിലോട്ട് പഠിക്കാനെത്തുന്ന സ്റ്റുഡൻസിന്റെ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട്സും കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം അഡ്മിഷൻ നൽകാവൂ എന്ന നിർദ്ദേശവും യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി വ്യാപകമായി സ്റ്റുഡൻസ് യുകെയിലെത്തുകയും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അസൈലം ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻ നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷമാണ് ഇത്തരം പ്രവണത പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ഇല്ലീഗൽ മൈഗ്രേഷനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷനുകൾ ഗവൺമെന്റ് നടത്തുന്നത്. പ്രത്യേകിച്ചും കെയർ ഹോമുകളിലും മറ്റ് ജോലി സ്ഥലങ്ങളിലുമെല്ലാം ഗവൺമെന്റിന്റെ പരിശോധനകൾ വളരെ ശക്തമാണ്. റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യുന്നതിനുള്ള റൈറ്റ് അവർക്കുണ്ടോ, അനധികൃതമായാണോ ജോലി ചെയ്യുന്നത്, ഇക്കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുന്നു. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാർ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത്തരം കമ്പനികളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലോട്ട് ഗവൺമെന്റ് കടക്കുന്നു. അതുകൂടാതെ കനത്ത ഫൈൻ കൂടിയാണ് അത്തരം കമ്പനികൾക്ക് നൽകുന്നത്. അനധികൃത ഇല്ലീഗൽ മൈഗ്രൻസിന് യുകെയിൽ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ വേഗത്തിൽ ഡീപ്പോർട്ട് ചെയ്യുക എന്ന സമീപനത്തിലോട്ടാണ് ഗവൺമെന്റ് എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ യുകെയിൽ പുതിയ വിസ നിയമങ്ങൾ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അനുസരിച്ച് ഷബാന മഹ്മൂദിന്റെ ഏൺഡ് സെറ്റിൽമെന്റ് പ്രോഗ്രാം തൊഴിലാളികളെ ചൂഷണം ചെയ്യാനായി കമ്പനികൾ ഉപയോഗിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിയമം മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കരുത് എന്ന ആവശ്യമാണ് യൂണിസോണും എംപിമാരും നൽകിയിരിക്കുന്നത്. അവർ പരസ്യമായി ഹോം സെക്രട്ടറിക്ക് കത്തയക്കുകയും ചെയ്തു. രാജ്യത്ത് ഇപ്പോൾ ജോലി ചെയ്യാനായി എത്തിയിരിക്കുന്ന കെയർ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരം ഒരു കർശന നിയമം നടപ്പാക്കിയാൽ അത് എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ മേഖലയിൽ ഇപ്പോൾ തന്നെ ജോലിക്കാരുടെ കുറവ് അനുഭവപ്പെടുന്ന സമയത്ത് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നത് വഴി അവർ രാജ്യം വിട്ടുപോകാൻ കാരണമാകുമെന്നും അത് ഹെൽത്ത് കെയർ മേഖലയ്ക്ക് ഗുണകരമാകില്ല എന്ന അഭിപ്രായം കൂടിയാണ് യൂണിസോൺ പങ്കുവച്ചിരിക്കുന്നത്. പുതിയ സാഹചര്യങ്ങൾ യുകെയിൽ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഒരു സ്പോൺസറെ കണ്ടെത്താനായി ശ്രമിക്കുന്നവർക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഏതെങ്കിലും കെയർ ഹോമുകളിൽ ജോലി നഷ്ടപ്പെട്ടവർ, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നിരവധി സംഘങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. വിസ സംഘടിപ്പിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും 8,000-ഉം 10,000-ഉം പൗണ്ടൊക്കെയാണ് അവർ വാങ്ങുന്നത്. അതിനുശേഷം വിസയുമില്ല, ജോലിയുമില്ല, സ്പോൺസർഷിപ്പും ഇല്ലാത്ത സാഹചര്യങ്ങളിലോട്ട് കാര്യങ്ങൾ എത്തുന്നു. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി പേരാണ്. ഇന്ന് രാവിലെ തന്നെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞതാണ്, യുകെയിൽ വിഷ്ണു എന്ന പേരുള്ള ഒരാൾ 8 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. 5 ലക്ഷം രൂപ നാട്ടിൽ നൽകി, ഇവിടെ 3,000 പൗണ്ട് അവർക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷം വിസയും ജോലിയുമില്ല, അവർ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഇത്തരത്തിൽ പാവങ്ങളെ കബളിപ്പിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘങ്ങൾ യുകെയിൽ വ്യാപകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിജിലന്റ് ആയിരിക്കുക. ഇത്തരക്കാർക്ക് പണം നൽകിയാൽ നിങ്ങളുടെ ക്യാഷ് പോകുമെന്ന് മാത്രമല്ല വലിയ പ്രതിസന്ധികളിലോട്ടായിരിക്കും പിന്നീട് എത്തുക. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് 2-3 തരത്തിലുള്ള തട്ടിപ്പുകളാണ്. ഒന്ന്, സ്റ്റുഡൻസിനെയും യുകെയിൽ വിസ നഷ്ടപ്പെട്ടവർക്ക് സ്പോൺസർഷിപ്പ് നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പണം വാങ്ങുക. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും യുകെയിലെത്താൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരുടെ കയ്യിൽ നിന്നും രജിസ്ട്രേഷൻ ഫീ, അഡ്മിനിസ്ട്രേഷൻ ഫീ തുടങ്ങിയ പല ഫീകൾ ചാർജ് ചെയ്തുകൊണ്ട് ജോലി സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകുക. യുകെയിൽ വിദേശ നഴ്സുമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആരോടും ഒരു ക്യാഷും വാങ്ങാനായി നിയമം അനുവദിക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് യുകെയിൽ ഓസ്കി പാസ്സായ നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്ന പുതിയ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത്തരം ഏജൻസികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഒരു കാരണവശാലും അവർക്ക് പണം നൽകി നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക. പുതിയ ഇമിഗ്രേഷൻ പ്ലാനുകൾ നടപ്പാക്കരുത് എന്ന ആവശ്യമുണ്ടായപ്പോൾ റീഫോം പാർട്ടി നേതാവ് സിയ യൂസഫിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്
കെയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരിക്കലും എത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കണം. പ്രത്യേകിച്ചും അനധികൃത കുടിയേറ്റക്കാർ UK എത്തിയാൽ അത് അധിനിവേശമായി കണക്കാക്കണം, അഥവാ ഇൻവേഷനായി കണക്കാക്കണം. UK ഇപ്പോഴുണ്ടായിരിക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അനധികൃത കുടിയേറ്റമാണെന്നും പ്രത്യേകിച്ച് യാതൊരു ക്രിമിനൽ ചെക്കുകളുമില്ലാതെ ഇല്ലീഗൽ മൈഗ്രൻസ് വ്യാപകമായി UK എത്തുന്നതാണ് എന്ന പ്രസ്താവന കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UK സിറ്റിസൺസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ, മുൻഗണന നൽകുന്ന രീതിയിലോട്ടാണ് നിയമങ്ങൾ മാറ്റേണ്ടത് എന്ന അഭിപ്രായം കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു. റീഫോം പാർട്ടി നേതാവ് നൈജൽ ഫറാജിന്റെ ലേറ്റസ്റ്റ് പ്രസ്താവനകൾ അനുസരിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം UK നൽകിയ അസൈലം അഥവാ അഭയാർത്ഥി വിസകളെല്ലാം പുനഃപരിശോധിക്കണമെന്നും അർഹതയില്ലാത്തവർക്ക് വിസ നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ നാട് കടത്തണമെന്നുമാണ്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് പേർക്കാണ് അർഹതയില്ലാതെ വിസ നൽകിയിട്ടുള്ളതെന്നും അവരെ വിസ റിവ്യൂ ചെയ്തുകൊണ്ട് നാട് കടത്താനുള്ള നടപടി ഗവൺമെന്റ് തുടങ്ങണമെന്ന ആവശ്യമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി UK അഭയാർത്ഥി വിസകൾക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുതിച്ചുയർന്നിരുന്നു. പ്രത്യേകിച്ചും ഏതെങ്കിലും കാരണവശാൽ ജോലി നഷ്ടപ്പെടുന്നവർ ഉടൻ തന്നെ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്ന രീതി രാജ്യത്ത് വ്യാപകമായി. അത് തെറ്റായ പ്രവണതയാണെന്നും അത് ഒരു കാരണവശാലും അനുവദിച്ചു നൽകരുത് എന്ന ആവശ്യമാണ് എതിർപക്ഷ പാർട്ടികൾ നൽകിയത്. സ്റ്റുഡൻസ് മാത്രമല്ല, മറ്റു വർക്ക് വിസ കാറ്റഗറിയിൽ വന്നിട്ടുള്ളവർക്കും UK തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അഭയാർത്ഥി വിസകളിലോട്ട് മാറിയാൽ മതിയെന്ന ധാരണയുണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിന് ഒട്ടും ഗുണകരമാകില്ല. പ്രത്യേകിച്ചും മനുഷ്യക്കടത്ത് സംഘങ്ങൾ ഉൾപ്പെടെ UK വ്യാജ റിക്രൂട്ട്മെന്റുകൾ നടത്തുകയും UK എത്തിയ കാൻഡിഡേറ്റ്സ് തുടരാൻ കഴിയാതെ അഭയാർത്ഥി വിസകളിലോട്ട് മാറുന്ന രീതി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം അഭിപ്രായങ്ങൾ എതിർപക്ഷ പാർട്ടികൾ നൽകുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥി വിസകൾക്ക് അപേക്ഷിച്ചാൽ അവർക്ക് തുടരാൻ കഴിയാത്ത രീതിയിലോട്ട് സുരക്ഷിത രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അഭയാർത്ഥി വിസകൾക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് UK പരമാവധി 30 മാസക്കാലം മാത്രം തുടരാൻ കഴിയുന്ന രീതിയിലാണ് വിസ നൽകുന്നുള്ളൂ. കഴിഞ്ഞ കുറെ നാളുകളായി ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്ന പുതിയ വിസ ഇമിഗ്രേഷൻ നിയമങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതേസമയം തന്നെ റീഫോം പാർട്ടിയും റൂപ്പർട്ട് ലോവിന്റെ റീസ്റ്റോർ ബ്രിട്ടൻ പാർട്ടിയും വലിയ ആക്രമണങ്ങൾ ലേബർ പാർട്ടിക്കെതിരെ നടത്തുന്നു. ഒരു കാരണവശാലും കുടിയേറ്റം ഈ രീതിയിൽ തുടരരുതെന്നും അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടെയുള്ളവരെ വേഗത്തിൽ നാടുകടത്തണമെന്ന ആവശ്യം അവർ നൽകുന്നു. വിദേശ കാൻഡിഡേറ്റ്സിനെ ആശ്രയിച്ചുകൊണ്ട് കമ്പനികൾക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നും അത്തരം ഒരു രീതി ഇല്ലാതാക്കി UK ജോലി നൽകാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് അവർ നൽകുന്നത്. ലേബർ പാർട്ടിയുടെ പോളിസികൾ അനുസരിച്ച് ഒരു മൃദു സമീപനമാണ് മൈഗ്രൻസിന്റെ കാര്യത്തിൽ അവർ സ്വീകരിച്ചു വന്നത്. ഇപ്പോൾ ക്രിസ്റ്റാമർ ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മുൻകാല പ്രാബല്യത്തോടെയുള്ള ILR നിയമങ്ങൾക്കുൾപ്പെടെ ഒട്ടേറെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം ഉടനെ നടപ്പാക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതും. പ്രത്യേകിച്ചും UK എത്തിയവർക്ക് നിയമം നടപ്പാക്കാതെ, മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാതെ ഇനി വരുന്നവർക്ക് എന്ന രീതിയിൽ നിയമം നടപ്പാക്കാവൂ എന്ന ആവശ്യം കൂടിയാണ് വിവിധ സംഘടനകളൊക്കെ നൽകുന്നത്. ഗവൺമെന്റ് ആദ്യം തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം തന്നെ നിയമം നടപ്പാക്കാനായിരുന്നുവെങ്കിൽ ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് അത് വീണ്ടും മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ്യിൽ തന്നെ നിയമം കൊണ്ടുവരുമെന്ന പ്രസ്താവനയും മുൻപുണ്ടായിരുന്നു. എന്നാൽ അത് സെപ്റ്റംബറോടുകൂടി എന്നുള്ള പ്രസ്താവനയാണ് പിന്നീടുണ്ടായത്. എന്നാൽ ലേറ്റസ്റ്റ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബറോടുകൂടി മാത്രമാണ് അനൗൺസ്മെന്റ് ഉണ്ടാവൂ എന്നാണ്. ഈ സാഹചര്യങ്ങളിൽ ഇത്തരമൊരു നിയമം നടപ്പാക്കാൻ പിന്നെയും കാലതാമസം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ILRന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന സൂചനകൾ ലഭിക്കുന്നു. UK വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ നിരവധി അപ്ഡേറ്റുകളാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.